പന്നപ്പൂന്തേനരുവി കണ്ണുനീർ പുഴയുടെ കുഞ്ഞമ്മ ഫസ്മിന എന്ന് പേര്. മാനിപ്പുലേഷന്റെ പീക്ക് പന്നപ്പൂന്തേനരുവി. നിനക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന സോങ് ആണ് മോളെ. ലല്ലു പോലും നിനക്ക് വേണ്ടി പാട്ട് പാടിയിട്ടുണ്ടാവില്ല. സോ ദിസ് ഈസ് ഫോർ യു. ഓക്കെ, അപ്പൊ നമുക്ക് പരിപാടിയിലോട്ട് അങ്ങോട്ട് തുടങ്ങാം. എന്ത് പറയുന്നു? മെഗാ സീരിയൽ എപ്പിസോഡ് നമ്പർ 2. 1 മണിക്കൂർ 9 മിനിറ്റിന്റെ മെഗാ സീരിയലാണ്. പ്രഗ്നന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പൊള്ളപ്പൊള്ളപ്പം തമ്മിലൊക്കെ ഇട്ടുകൊണ്ടാണ് ചേച്ചി ഈ വട്ടം വന്നേക്കുന്നത്. തന്റെ സ്വന്തം പ്രഗ്നൻസി അബോട്ട് ചെയ്ത് പറയാൻ ഇത്ര പൊള്ളപ്പൊള്ളപ്പം തമ്മിലൊക്കെ ഇട്ട് വന്ന ആദ്യത്തെ വ്യക്തിയായിരിക്കും ഫസ്മിന. പ്രഗ്നൻസിയുടെ തമ്മിലൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് പ്രത്യേകിച്ച് പ്രഗ്നൻസിയെ പറ്റി ഒരു ക്ലാരിറ്റി കിട്ടിയതായിട്ട് എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് തോന്നുന്നില്ല. ക്ലാരിറ്റി ഇല്ലാത്തതാണ് എന്റെ ക്ലാരിറ്റി എന്ന് പറയുന്ന പോലാണ് ഫസ്മിനയുടെ ഓരോ വീഡിയോയുടെ അവസ്ഥ. വീഡിയോയുടെ ആദ്യം തന്നെ എന്നെ കുറെ അപരാധിക്കുന്നുണ്ട്, പേരൊന്നും പറയാതാണ് അപരാധിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടുന്ന് തുടങ്ങാം. ഇവള് എന്തൊക്കെയാണ് പറയുന്നത് എന്നിട്ട് എനിക്ക് എന്നെ പറഞ്ഞതിനുള്ള മറുപടി ആദ്യം കൊടുക്കണമല്ലോ. എവക്ക് കിട്ടിയൊന്നും പോരെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ വീട്ടിലല്ല, എന്റെ കയ്യിൽ മൈക്കില്ല, അതുകൊണ്ട് തന്നെ സൗണ്ട് കുറവായിട്ടായിരിക്കും ഞാൻ ഉച്ചയ്ക്ക് സംസാരിക്കുന്നത്. ഇനി ഇത്രയും ദിവസം 2 ദിവസം എന്താ വീഡിയോ ഇടാന്ന് ചോദിക്കുന്നവർക്ക് എനിക്ക് ഏത് നേരം വീഡിയോയുടെ പിന്നിൽ തന്നെ ഇരിക്കാൻ പറ്റത്തില്ല. പേഴ്സണലി നമ്മുടെ ലൈഫിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതുകൊണ്ടാണ്. ഇപ്പൊ അത് പല രീതിയിൽ വളച്ചൊടിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ എനിക്കിപ്പോ ടു ബി ഓണസ്റ്റ് അറ്റ് എ പോയിന്റ് ഐ ഡോണ്ട് കെയർ. ഇത്രയും നാളില്ലാത്ത എക്സ്ക്യൂസസ് ആണ്. മൈക്കില്ല, ക്യാമറയില്ല, ഫോണില്ല, വീട്ടിലല്ല. അത് ഏത് സമയത്താണ് എക്സ്ക്യൂസസ് പറയുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. തൻ്റെ പേരിൽ അലിഗേഷൻസ്. 1 ഡ്രഗിന്റെ അലിഗേഷൻ, 3 പരപുരുഷ ബന്ധം അലിഗേഷൻ, 4 പ്രഗ്നൻസി തൻ്റെ അല്ല എന്നുള്ള അലിഗേഷൻ, മാനസിക രോഗി അലിഗേഷൻ. ഒരു സ്ത്രീയെ പറ്റി ഏതൊക്കെ തരത്തിൽ എത്രയും മോശമായിട്ടുള്ള അലിഗേഷൻസ് വരാവോ അത്രയും അലിഗേഷൻസ് വന്ന സമയത്താണ് ഫസ്മിന്റെ മോള് എനിക്ക് എങ്ങനെ വീഡിയോ ഇടാൻ പറ്റത്തില്ല, എൻ്റെ കൈ മൈക്കില്ല, ഞാൻ എൻ്റെ വീട്ടിലല്ല, അതൊന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് എക്സ്ക്യൂസസ് പറയുന്നത്. നമ്മളെ പറ്റി ആരെങ്കിലും ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള അലിഗേഷൻസ് പറയുകയാണെങ്കിൽ, ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ എനിക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി കൊടുക്കാതെ എനിക്ക് ഉറക്കം വരത്തില്ല. പക്ഷെ ഫസ്മിനയ്ക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് അവിടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇതൊന്നും അവിടെ പ്രയോറിറ്റി അല്ല അലിഗേഷൻസ് ഒന്നും. മേ ബി ചിലപ്പോൾ സത്യമായിരിക്കാം, ചിലപ്പോൾ സത്യം അല്ലാതിരിക്കാം. ഇനിയും എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നാട്ടുകാർ പിടിക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചവിട്ടി തേച്ച് പോകുന്നത്. അല്ലെങ്കിൽ ഈ ഹൈപ്പ് സ്വയം ക്രിയേറ്റ് ചെയ്യുകയാണ്. മനസ്സിലായോ? അതോ നീ ഇനി ജിത്തു ജോസഫിനെ കണ്ട് സ്ക്രിപ്റ്റ് എഴുതാൻ കൊടുത്തേക്കോണ്ട. സ്ക്രിപ്റ്റ് വൈകുമായിരിക്കും ഗൈസ്. 2 ദിവസം പുള്ളി പറഞ്ഞിട്ടുണ്ടാവും നിന്റെ അപരാധ കഥ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കുക, ഒരു മിനിമം 2 ദിവസം ഉണ്ട്. അതൊന്നും നീ എങ്ങനെയെങ്കിലും ചവിട്ടി തേച്ച് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക് ഓഡിയൻസിന്. അതുകൊണ്ടൊക്കെ ആയിരിക്കും എല്ലാം വൈകുന്നത്. ബാക്കി കേൾക്കാൻ എന്തായാലും. ഓൾസോ ലാസ്റ്റ് വീഡിയോയിൽ ഞാനൊരു കമന്റ് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഡയറിയുടെ കാര്യമാണ് ഈ വീഡിയോയിൽ പ്രതീക്ഷിക്കുന്നത് എങ്കിൽ ഡയറിയുടെ കാര്യമല്ല ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഇന്റർവ്യൂ ഓർഡറിലാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും ഡയറി 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 എന്ന് ദസ്വി ചൊല്ലുന്ന പോലെ ഡയറീനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഡയറി വോണ്ട് കം ഇൻ ദാറ്റ് വീഡിയോ. ഡയറി വോണ്ട് കം ഇൻ ദാറ്റ് വീഡിയോ ഗൈസ്. സമയമെടുക്കും. ഡയറി കാശിക്ക് പോയേക്കോ. ഡയറി എവിടെ നിന്ന് എത്തണം, മനസ്സിലായോ? പ്രിന്റിംഗ് പ്രസ്സിൽ പ്രിന്റ് എടുത്ത് സ്റ്റിക്ക് നോട്ട് അടിച്ച് ഒട്ടിച്ച് വരാൻ വേണ്ടിയിട്ട് സമയം എടുക്കും ഗൈസ്. അതുകൊണ്ട് പെട്ടെന്നൊന്നും ഡയറി ഇങ്ങനെയൊന്നും വരാൻ പറ്റത്തില്ല. നിങ്ങൾ എങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ ചെയ്യാൻ പറ്റുന്ന? തെളിവൊക്കെ ഉണ്ടാക്കണ്ടേ? ഒരു ശാന്തരാകൂ സുഹൃത്തുക്കളെ, ശാന്തരാകൂ. ഡയറി വരും. പക്ഷെ ഡയറിക്ക് അത് പറയാൻ പോകുന്ന കഥകൾ ഞാൻ നേരത്തെ പറഞ്ഞ കഥകളൊക്കെ തന്നെ ആയിരിക്കും. അതിന് മാറ്റി പറയുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞതിന്റെ പേരിൽ ഈ കഥയാവും പിടിച്ചല്ലോ, എന്തെങ്കിലും ഒന്ന് മാറ്റിയേക്കാന്നും പറഞ്ഞ് 2ാമത്തെ സ്ക്രിപ്റ്റ് എഴുതാൻ കൊടുത്തേക്കായിരിക്കും. ആദ്യം എഴുതിയ സ്ക്രിപ്റ്റ് മൊത്തം വെട്ടിക്കൂട്ടി ഇനി അടുത്ത സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരണമല്ലോ. എന്നിട്ട് അതിന് സമയം എടുക്കും കേട്ടോ. ഒന്ന് ശാന്തരായ ഇടും ചേച്ചി, ഇടും. ഇവിടെ പാർട്സ് ആയിട്ട് പോകത്തുള്ളൂ. അപ്പൊ ഡയറിയുടെ കാര്യം പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ആ കുൽസിത പ്രവൃത്തിയിലോട്ട് നമുക്ക് പിന്നീട് കിടക്കാം. കുൽസിത പ്രവൃത്തിയല്ലേ നിങ്ങൾ അതിന് കാണുന്നത്. ഫസ്മിനയുടെ ജീവിതത്തിൽ ഇപ്പൊ എന്താണ് നടക്കുന്നത്? ഫസ്മിന ആളുടെ കൂടെ പോയി, ഫസ്മിന ലല്ലു ഉള്ളപ്പോ വേറെ ആളുടെ കൂടെ പോയാൽ ഫസ്മിന കഞ്ചാവാണ്, ഫസ്മിന കല്ലാണ്, ഫസ്മിന സ്കോറാണ്, ഫസ്മിന മറ്റതാണ്. ഡ്യൂഡ്, കേരളത്തിൽ ഗോൾഡിന്റെ വിലയേക്കാളും കൂടുതലാണ് ഇപ്പൊ ഫസ്മിനയുടെ ഡയറിയിൽ എന്താണ് നടക്കുന്നതെന്ന് കാണാൻ. അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ അത്രയും ഇൻട്രസ്റ്റഡ് ആണ് കുൽസിതപരമായിട്ടുള്ള കാര്യങ്ങൾ. ഒരാളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ട്രാജഡി അത്രയും കുൽസിതപരമായിട്ട് കാണാൻ ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ജനക്കൂട്ടമാണ് കേരള സമൂഹം. എടി നീ നിന്റെ വീട്ടിൽ അങ്ങനെയാണെങ്കിലും നിന്റെ വീട്ടുകാരങ്ങനെയാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. കേരള സമൂഹം എല്ലാവരും അങ്ങനെയാണെന്ന് പറയാനുള്ള ഒരു യോഗ്യതയും നാടിനെ അപരാധിച്ച് നടക്കുന്നത് നിനക്കില്ല. ഇവിടെ ഓഡിയൻസിനാണ് ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾ നാരികളാണെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ സമയം മെനക്കെടുത്തി നിങ്ങളുടെ ഡേറ്റ കളഞ്ഞ് ഇവിടെ വീഴടി വരുന്ന ആഡ് കണ്ട് എവക്ക് വ്യൂവർഷിപ്പ് ഉണ്ടാക്കി കൊടുത്ത് എവക്ക് പണം ഉണ്ടാക്കി കൊടുത്ത
നിങ്ങളെയാണ് പറഞ്ഞത്. നിങ്ങൾ വെറും അപരാധികളാണെന്ന്, നാറികളാണെന്ന്. എടി, നിന്റെ ഡയറിയിൽ എഴുതി പിടിപ്പിച്ചേക്കുന്ന മുത്തുച്ചിപ്പി കഥ കാണാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ആരും വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ധാരണ നിനക്കുണ്ടെങ്കിൽ അത് നിന്റെ മാത്രം ധാരണയാണ്. നീ ഇവിടെ ഇത്രയും നാൾ പടച്ചു വിട്ടുകൊണ്ടിരുന്ന, ഇത്രയും നാൾ നിന്നെ സപ്പോർട്ട് ചെയ്ത ഓഡിയൻസ് നിന്റെ കള്ളങ്ങൾ പുറത്തായപ്പോൾ അതിന്റെ സത്യാവസ്ഥ നിന്റെ അണ്ണാക്കിന്ന് തന്നെ അറിയണം ജനങ്ങൾക്ക്. അതിനു വേണ്ടിയിട്ടാണ് ആളുകൾ നിന്റെ വീഡിയോ ഫോളോ ചെയ്യുന്നത്, അല്ലാതെ നിന്റെ മുത്തുച്ചിപ്പി ഫയർ കഥ കേൾക്കാൻ വേണ്ടിയിട്ടല്ല. ഇൻക്ലൂഡിങ് മീ, ഞാനടക്കം ഉണ്ട് ആ ജനറേഷനില്. അത് പറ, നിനക്ക് അതാണ് താല്പര്യം. നീ നിന്റെ കാര്യം പറഞ്ഞാൽ മതി. നീ കേരള ജനക്കൂട്ടം മൊത്തം അങ്ങനെയാണെന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ എഡ്യൂക്കേഷൻ സ്റ്റഫ് മാത്രം യൂട്യൂബിൽ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ fuck that shit, nobody does that. എല്ലാവരും കുൽസിതം തന്നെ കാണുന്നത്. ഫസ്മിനിയുടെ അഭിപ്രായത്തിൽ എല്ലാവരും കുൽസിതമാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇവിടെ വീട്ടുകാരെല്ലാം ഈ ഫോണിൽ പിടിച്ചു വെച്ചിരുന്ന ഈ സാധനങ്ങളായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം വീട്ടിൽ നിന്ന് കാണുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കണമല്ലോ ഈ വീഡിയോക്കകത്ത് വന്നിരുന്ന് ഛർദ്ദിച്ച് വെക്കുന്നത്. പൊന്നു ഫസിമോളെ, അങ്ങനല്ല. നിന്റെ വീടല്ല ലോകം. ഇവിടെ ഒരുപാട് ആളുകൾ എഡ്യൂക്കേഷൻ സ്റ്റഫും ന്യൂസും എല്ലാം കാണുന്ന ആളുകളുണ്ട്. അപ്പൊ നീ കാണുന്ന അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും നിന്റെ തൊഴുത്തി കെട്ടാൻ നിൽക്കരുത്. നിന്റെ വീഡിയോ കാണുന്ന ആൾക്കാരുടെ ഹിസ്റ്ററി നിന്റെ അപ്പിറക്കി പോയോ? അവര് കുൽസിതം മാത്രമാണ് കാണുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നീ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സമൂഹം മൊത്തം ഇതാണ് കാണുന്നതെന്ന് പറയാൻ? നാണമാവുന്നില്ല നിനക്ക്? ഇനി ഇവള് എന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ ഗൈസ്. അപ്പം ആരും മിണ്ടാണ്ടിരിക്കുക. പിന്നെ വേറെ ചില പട്ടി നായക്കാട്ടം യൂട്യൂബേഴ്സ് ഉണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ഗിവ് ദം റീച്ച് എനിമോർ. ആരും സംശയിക്കേണ്ട, അത് ഞാൻ തന്നെയാണ്, എന്നെ പറ്റിയാണ് പറഞ്ഞത്. കാര്യം നമ്മൾ ചോദിച്ചതിനുള്ള മറുപടി ഒന്നും ഇതിന് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ അവർക്ക് കുരു പൊട്ടുമല്ലോ. അപ്പൊ പിന്നെ ഇവള് ഇതല്ല ഇതിന്റെ അപ്പുറവും പറയും. ആൻഡ് ഇവള് പറയുന്നത് എനിക്കിനി റീച്ച് തരണ്ടാന്ന്. പിന്നെ ഇവള് തന്നിട്ടാണല്ലോ ഇത്രയും നാൾ എൻ്റെ യൂട്യൂബിൽ ആൾക്കാർ വീഡിയോ കണ്ടോണ്ടിരുന്നത്. ഇടി, നിന്നേക്കാൾ യൂട്യൂബിൽ ഫേസ് വാല്യൂ എനിക്കുണ്ട്. അത് ആദ്യം നീ മനസ്സിലാക്ക്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ട സമയത്ത് 1 ലൈവ് 3 സ്റ്റോറി 1 റീല് എന്റെ പേരിൽ ഇട്ടവളാണ് വന്നിട്ട് ഈ ഡയലോഗ് അടിക്കുന്നത്. ഒന്ന് ആലോചിച്ചു. പിന്നെ എച്ചിൽ പട്ടി. അപ്പൊ നമ്മളെയൊക്കെ എച്ചിൽ പട്ടി എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ നിന്റെ കണ്ടന്റ് എച്ചിലാണ്, നീ തന്നെ സമ്മതിച്ച പോലാണ്. സോ ഇങ്ങനെയുള്ള വൃത്തിയായിട്ട ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾ എന്നെ തന്നെ വെച്ചിട്ടാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പറയും നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കാൻ ചെയ്യുന്നതല്ല, നമ്മൾ വെറുതെ ഇരുന്ന് ഇത് പറയുന്നതാണ്, നമ്മളിത് ചെയ്യുന്നതാണ്, ഇവളിങ്ങനെ വീഡിയോ ഇടുന്നതുകൊണ്ട് നമ്മൾ ഇതാക്കുന്നതാണ്. എന്റെ ഒരു വീഡിയോയ്ക്ക് 4 റിയാക്ഷൻ വരുന്നത് എങ്ങനെയാണ് ബ്രോ? നിന്റെ ഒരു വീഡിയോക്ക് എവിടെ അടി ഞാൻ 4 റിയാക്ഷൻ വീഡിയോ ഇട്ടത്? സക്കീറിന്റെ മോളെ, സോറി, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, നിന്റെ ഒരു വീഡിയോയ്ക്ക് ഞാൻ 1 റിയാക്ഷൻ വീഡിയോ, നീ സഫയമായിട്ട് ജോയിൻ ചെയ്ത് ലൈവ് ഇട്ടപ്പോൾ ഒരു വീഡിയോ, പിന്നെ എന്നെ തെറി വിളിച്ചോണ്ട് വന്ന കമന്റിന് ഞാൻ റിപ്ലൈ. അല്ല, നിന്റെ ഒരു വീഡിയോയ്ക്ക് ഞാൻ ഒരു 4 റിയാക്ഷൻ വീഡിയോ എങ്ങും ഉണ്ടാക്കിയിട്ടില്ല. എന്തൊരു പുഴുത്ത കള്ളമാണ് ഇവള് ഈ പുഴുത്ത നാക്കൊണ്ട് പറയുന്നത്. എന്റെ ഒരു വീഡിയോയ്ക്ക് 1 റിയാക്ഷൻ ആണെങ്കിൽ ഓക്കെ, കണ്ടന്റ് എനിക്ക് മനസ്സിലാവും. പക്ഷെ 4 എണ്ണമൊക്കെ വരുമ്പോഴത്തേക്കും അത് കുറച്ച് റീച്ചിനാന്ന് നമുക്കും തോന്നൂലേ? ഇവിടെ എല്ലാ ക്രിയേറ്റേഴ്സും തന്റെ കണ്ടന്റ് റീച്ച് ആവാൻ വേണ്ടി തന്നെയാണ്, നീ അടക്കമുള്ള ആളുകൾ റീച്ച് ആവാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ എവിടെങ്കിലും എന്റെ വീഡിയോ റീച്ചിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞു? പിന്നെ ഈ റീച്ചിനെ പറ്റി പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നീ എങ്ങനെ അടി റീച്ച് ആയത്? നീ എങ്ങനെയാ റീച്ച് ആയത്? അത് നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ പാസ്റ്റ് നിനക്ക് ഓർമ്മയുണ്ടോ? ആദ്യം അവന്റെ തൊപ്പി എന്ന് പറയുന്ന അവന്റെ കാമുകയായിട്ട് ഇരുന്നിട്ട് അവന്റെ ജീവിതത്തിൽ കയറി, അവന്റെ സ്ട്രീമിനകത്ത് കയറി ഇരുന്നിട്ട് അങ്ങനെ 4 ആളെ അറിഞ്ഞല്ലയോ നിന്നെ 4 പേര് അറിയാൻ തുടങ്ങിയത്. അങ്ങനല്ലയോ നിനക്കൊരു ഫേസ് വാല്യൂ തന്നെ ഉണ്ടായത്. അല്ല, നീ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഫേസ് വാല്യൂ ആണോ? ഞാൻ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയ ഫേസ് വാല്യൂ ആണ്. പക്ഷെ നിന്റെ എന്താ ഔദാര്യമാണ്. ആദ്യം തൊപ്പിയ ഊംഫിച്ച് കുറെ നാള് അവള് റീച്ച് ഉണ്ടാക്കി. ഇപ്പൊ ലല്ലുവിനെ ഊംഫിച്ച് ഇപ്പൊ റീച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തന്മാരുടെ ലൈഫിലോട്ട് ചെന്ന് കയറി അവന്മാരെ ഊംഫിച്ചല്ലയോ നീ റീച്ച് ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്നിട്ട് എന്നെ വന്നിട്ട് തൊലിക്കുന്ന. സ്റ്റിൽ നിന്നെ തൊപ്പിയുടെ എക്സ് നല്ലിയോടി അറിയപ്പെടുന്നത്. സ്റ്റിൽ നീ ഇനി 10-50 കെട്ടി കഴിഞ്ഞാലും നീ തൊപ്പിയുടെ എക്സ് തന്നെ. അതാണ് നിന്റെ ടാഗ്ലൈൻ, നിന്റെ ഐഡന്റിറ്റി അതാ. അല്ല നിന്റെ കുടുംബ പേരിലോ അല്ലെങ്കിൽ നിന്റെ അച്ഛന്റെ പേരിലോ ഒന്നും അല്ല നീ അറിയപ്പെടുന്നത്. അല്ല നിന്റെ പേരിലോ അല്ല അറിയപ്പെടുന്നത്. കണ്ടവന്മാരുടെ ഔദാര്യം കൊണ്ട് റീച്ചായ നീ എന്നിട്ട് എന്നെ കൊണദോഷിക്കുന്നു. റീച്ചിനെ പറ്റി എന്നെ പഠിപ്പിക്കുന്നു. നടക്കട്ടെ, നിന്നെ വെച്ച് റീച്ച് ആവാൻ നിൽക്കുന്നവനാണ്. സോ ഈ പറയുന്ന യൂട്യൂബേഴ്സ്, പിന്നെ വേറൊരു കുടുംബശ്രീ ഉണ്ട്. അപ്പുറത്ത് അസുറ താത്ത ആരുടെ കൂടെ പോയി, ഇപ്പുറത്ത് മജീദ് അവരുടെ കൂടെ പോയോ, ഈ മതിലിന്റെ അപ്പുറം എന്താണ് നടക്കുന്നത് എന്ന് ഉറ്റുനോക്കുന്ന ഒരു കുടുംബശ്രീ ചാനൽ. ഇത്രയും കുടുംബശ്രീ ആയിട്ടുള്ള വേറൊരു ചാനൽ ഞാൻ കണ്ടിട്ട്. ആരെ പറ്റിയ മനസ്സിലായില്ല? നമ്മളെ പറ്റിയല്ല. എന്തായാലും ആരെ പറ്റിയാന്ന് അറിയാവുന്ന കമന്റ് ചെയ്യട്ടോ. അത്രയും ക്യാരക്ടർലെസ് യൂട്യൂബ് ചാനൽ. ഞാൻ എന്റെ ഭർത്താവിന്റെ കുറിച്ച് തന്നെങ്കിലും ഇടാം, പറയുന്നതെന്ന് ഇടാം. ഓക്കെ, ഞാൻ അല്ലാണ്ട് വേറെ എല്ലാവരുടെയും കുൽസിതം എടുത്തിടുന്നില്ല. പക്ഷെ ഇത് കുൽസിതം മാത്രമേ ഉള്ളൂ. ഭർത്താവിന്റെ കുൽസിതം എത്ര പ്രൗഡായിട്ടാ പറഞ്ഞത് നോക്കിയേ. ആസനത്തിൽ ഒരു മാവ് കിളിച്ചാല് അതിനകത്ത് മാങ്ങ പറിച്ച് കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരു ശവം ആ ഗണത്തിൽ പെടുത്താം. സ്വന്തം ഭർത്താവിനെ പറ്റിയാണ് ഞാൻ കുൽസിതം പറഞ്ഞ് നടക്കുന്നതെന്ന്. അതും ഭയങ്കര അന്തസ്സോടാ പറയുന്നത്. ഈ ഫസ്റ്റ് പറഞ്ഞ ഈ എച്ചിപ്പട്ടി, ഈ വാണാല് ഞാനൊരു സ്റ്റോറി ഇട്ട പോലെ എന്നെ
വാണം എഗെയിൻ വാണം. എടി നിനക്ക് കിട്ടിയൊന്നും മതിയാവുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വാണത്തിനോട് ഇത്ര താല്പര്യമാണോ, ഇത്ര കൊതിയാണോ നിനക്ക്? വാണം അഡിക്റ്റ് ആണെന്ന് തോന്നുന്നു ഗൈസ്, ഇവൾ വാണം അഡിക്റ്റ്. എന്താ സ്റ്റോറി ഇട്ട പോലെ എന്നെ അത്രയും അഡിക്ഷൻ ആണ്. എന്താ പിന്നെ നീ അപരാധം പറഞ്ഞുകൊണ്ട് എന്നെ തെറി വിളിച്ച് സ്റ്റോറി ഇടുമ്പോൾ ഞാൻ ഇവിടെ കേട്ടോണ്ടിരിക്കാം. എന്നെ അത്രയും അഡിക്ഷൻ ആണ്. എന്താ കുട്ടാ നിനക്ക് എന്നോട് അഡിക്ഷൻ? ഇത് ഈ എടുക്കുന്ന ക്യാമറ, വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ക്യാമറ എന്റെ ആയിപ്പോയി. അല്ലെങ്കിൽ പണ്ട് തൊപ്പിയിലെ ക്യാമറ നോക്കി തുപ്പിയല്ലേ മോന്തങ്ങ ഞാൻ തൊപ്പി തന്നേനെ. അഡിക്ഷൻ അയ്യേ, തീട്ടന്മാര് തിന്നാ പോലും നിന്റെ അഡിക്ഷൻ എന്നൊന്നും പറഞ്ഞേക്കല്ലേ എന്റെ പൊന്നുമോളെ. സഹിക്കാൻ പറ്റൂല. ഈ റോഡിൽ കൂടെ തേരാപ്പാൻ നടക്കുന്ന ചാവാലിപ്പട്ടിക്കുണ്ട് നിന്നെക്കാളും അന്തസ്. അത്രയും ആരാധന മൂത്തിരിക്കുവാണോ? ആരാധന മൂത്തിട്ട് നിനക്ക് എന്റെ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റും. എന്റെ വീഡിയോ ആർക്ക് എന്ത് മൂത്തിരിക്കുകയാണോ നിന്റെ വീഡിയോ കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് മൂത്തിരിക്കുന്നതെന്ന്. തൊപ്പി വെച്ച ആണെന്ന് പറയുമ്പോൾ ആരും വിചാരിക്കുന്നത് എന്റെ എക്സ് ആണ്. മൈ എക്സ് ഇസ് എ വെരി ഗുഡ് പേഴ്സൺ. ഞാൻ എക്സിനെ പറയുന്നതല്ല. തൊപ്പി വെച്ച വേറൊരു വാണം. ഓക്കെ, ആ വാണത്തിന് മനസ്സിലായിട്ടുണ്ടാവും. ആ വാണം ഈ വീഡിയോ കാണുമെന്ന് അറിയാം. സോ ആ വാണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, ഞാൻ കണ്ടന്റ് എറിഞ്ഞു തരാം. ഇവിടെ വാപ്പ വീടിന്റെ മുറ്റത്ത് തൊപ്പിയും വെച്ചോണ്ടിരുന്ന ഇവിടെ വീഡിയോ ഇപ്പൊ കണ്ടോണ്ടിരിക്കുകയാണ് ഗൈസ്. അതിനെ പറ്റിയാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഈ മനുഷ്യന്മാരെയൊക്കെ വാണമെന്ന് വിളിക്കുന്നതുകൊണ്ട് തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം മനുഷ്യന്മാരായിട്ടുള്ള എല്ലാവരും ഒരു വാണത്തിൽ നിന്നാണ് ഉണ്ടായത്. നിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു, ഉൽക്ക വീണുണ്ടായവരുടെ കാര്യമൊന്നും ഞാൻ അവിടെ പറയുന്നില്ല. അതുകൊണ്ടായിരിക്കും ഇവക്ക് ഇത്ര വാണത്തിനോട് ഇത്ര ഒരു ആസക്തി. കാര്യം എവള് വാണത്തിൽ നിന്നൊന്നും അല്ലെന്ന് തോന്നുന്നു ഉണ്ടായത്. മഴക്കാലത്ത് മണ്ണിനെ മൂത്തിരുന്ന സമയത്ത് അതിന്റെ മേൽ ഉൽക്ക വന്ന് പതിച്ചിട്ട് അതിനകത്ത് പൊട്ടിമുളച്ചുണ്ടായ വ്യക്തിയാണെന്ന് തോന്നുന്നു നമ്മുടെ ഫസ്മിന. അപ്പൊ പിന്നെ അവർക്ക് ഈ വാണം എന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കര ഒരു ഇതായിട്ട് തോന്നുമായിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും അവള് വാണം എന്ന് പറയുന്നത്. അതൊന്നും നിന്റെ ഹിസ്റ്ററിയിൽ ഈ വാണം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് നിനക്ക് അതിനോട് അഡിക്ഷൻ വല്ലതും ഉണ്ടോ? പിന്നെ പറയുന്നുണ്ട് കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ട്. ബ്രോ ഐ ലിവ്ഡ് വിത്ത് കാണ്ടാമൃഗം. സോ എനിക്ക് കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ട് ഉണ്ടാവും. ഇത് കാണുന്ന ഒരു ഓക്കെ, കാണ്ടാമൃഗത്തിനോട് കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടി വരും. സാധാരണ കാണ്ടാമൃഗത്തിന് ജനിക്കുമ്പോഴാണ് കാണ്ടാമൃഗത്തിന് തൊലിക്കെട്ടി വരുന്നത്. അപ്പൊ ലല്ലുവിന്റെ കൂടെ താമസിച്ച നിനക്ക് എന്നിട്ട് ലല്ലുവിന്റെ കോഴിത്തരങ്ങൾ നിനക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ലല്ലു ഭയങ്കര അവിഹിത വീരനാണെന്ന് നീ പറയുന്നു. അപ്പം ആ ഒരു ക്വാളിറ്റി നിനക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പം ക്വാളിറ്റി അങ്ങനെയൊക്കെ ചേഞ്ച് ആവുന്നത്. അപ്പം നീയും ലല്ലുവും ഇപ്പൊ സെയിം ആണ്. ലല്ലു ഇപ്പൊ എന്താണോ ചെയ്തോണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. എന്താ ഫസ്റ്റ് പറയാൻ പറ്റുമോ? നിനക്ക് ഇപ്പം വേറെ കാമുകനില്ലേ? നീ പറ. ഒക്കെ ഇപ്പം വേറെ കാമുകനുണ്ട്. അത് മറ്റേ ജയൊന്നും അല്ല. ഇവൾക്ക് എന്തൊരു അഹങ്കാരമാണ്. ഇവക്ക് ഇത് തന്നെ വേണമെന്ന്. എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. ബിക്കോസ് ഐ ലിവ്ഡ് എ ലൈഫ് വേർ സ്വന്തം ഹസ്ബൻഡ് മീഡിയയുടെ മുന്നിൽ പോയിട്ട് അവളുടെ പ്രഗ്നൻസി എന്റെ അല്ലായിരുന്നു എന്ന് പറഞ്ഞ അത്രയും അതിൽ കൂടുതൽ അത് സഹിച്ചിട്ടുള്ള തൊലിക്കെട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കമന്റ്സ് ഇതാവുന്ന തൊലിക്കെട്ടുണ്ടോ? ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും പെൺപിള്ളേര്, ഓക്കെ, ഇഫ് യു ആർ മാരീഡ് ആൻഡ് യു ഹാവ് എ ചൈൽഡ് ആൻഡ് അറ്റ് വൺ പോയിന്റ് നിങ്ങളുടെ ഹസ്ബൻഡ് പറയുന്നത് എന്റെ കുട്ടിയല്ല, ഇത് വേറെ ആരുടെയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് താങ്ങാൻ പറ്റുന്ന ആലോചിച്ചാൽ മതി. അപ്പൊ അത്ര ഉള്ളൊരു കാര്യം ഞാൻ താങ്ങിയിട്ടുണ്ടെങ്കിൽ ഐ ഫീൽ വെരി പ്രൗഡ് ഓഫ് മൈസെൽഫ്. സോ പ്രൗഡ്. ഇഫ് യു ആർ മാരീഡ് ആൻഡ് യു ഹാവ് എ ചൈൽഡ്, അതൊക്കെ ശരിയാണ്. അതൊക്കെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇപ്പം വളരെ മാന്യമായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും അവർക്കൊരു കുട്ടി ഉണ്ടാവുന്നു. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ആ ഭർത്താവ് എന്ന് പറയുകയാണ് ആ കുട്ടി എൻ്റെ അല്ലെന്ന്. ആ ഒരു കേസൊക്കെ നമുക്ക് വളരെ ജെനുവിൻ ആണ്. അതൊക്കെ കറക്റ്റ് ആണ്, വാലിഡ് പോയിന്റ് ആണ്. പക്ഷെ നിന്റെ കാര്യത്തിൽ എന്താണ്? നീ പ്രഗ്നന്റ് ആയിട്ട് ആ കുഞ്ഞിനെ നീ ഒരു ദാക്ഷണ്യം ഇല്ലാതെ അബോർട്ട് ചെയ്ത് കളയുന്ന സമയത്ത് ലല്ലു നിന്റെ ഹസ്ബൻഡ് ആണോ? അല്ലല്ല. അപ്പം കേരളത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ കഥ പറഞ്ഞ് നിന്റെ അപരാധ കഥയുമായിട്ട് റിലേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. എന്നിട്ട് അതിനെ പ്രൗഡാണെന്നാണ് ഗൈസ് ഇവള് പറയുന്നത്. പ്രൗഡായിട്ടാണ് കാണുന്നത്. സാധാരണ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അവര് കുറച്ച് നാൾ സംസാരിക്കും, അവർ പരസ്പരം മനസ്സിലാക്കും, എന്നിട്ടായിരിക്കും ചിലപ്പം അവരൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലോട്ടൊക്കെ എത്തുന്നത്. ചിലവരെത്തും, ചിലവരെത്തത്തില്ല. പക്ഷെ ഇവിടെ കാര്യം നേരെ തിരിച്ചാണ്. സംസാരം ഒന്നും ഇല്ലായിരുന്നു തോന്നുന്നു. ഇതായിരുന്നു ആദ്യത്തെ ആഴ്ച തന്നെ പരിപാടി ആൻഡ് പ്രഗ്നന്റ് ആവുന്നു. എന്നിട്ട് അതിനെ അബോർട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവള് വന്നിട്ടിരുന്ന് പറയുന്നു ഇവള് ഭയങ്കര പ്രൗഡാണെന്ന്. നീ ഇത് സാധാരണക്കാരുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്ത് നീ ഒരു വിക്ടിം കാർഡ് ഇറക്കാൻ ശ്രമിക്കല്ലേ ഫസ്മിനെ? അതും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് കൂടാണ്ട് ഇത്രയും ഇതിൽ നിൽക്കുന്ന ഒരു കാര്യം, അതായത് ഈ പ്രഗ്നൻസി എന്നൊക്കെ ഉള്ള ഒരു കാര്യം അത്രയും ഒരാളെ ടച്ച് ചെയ്ത ടോപ്പിക്കാണ്. എന്ന് വെച്ചാൽ നമുക്ക് എന്താ എനിക്ക് പറയേണ്ട അറിയില്ല. അത്രയും ടച്ചിങ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഗൈസ് പ്രഗ്നൻസി. എന്നിട്ട് ഒരു ദയയും ദാക്ഷണ്യവും ഇല്ലാതെ ആ കുട്ടിയെ കൊന്നുകളഞ്ഞു. അത്രയും ടച്ചിങ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കൊന്നുകളഞ്ഞു, സെന്റി ഇറക്കുക, ഏക്കണില്ല. ഉളുപ്പുണ്ടോ നിനക്ക്? ഉളുപ്പ്. ഒരു ജീവൻ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് അത്രയും വലിയ നീചമായ പ്രവൃത്തിയാണ്. അത്രയും ഒരു എക്സ്ട്രീം കണ്ടീഷനിലൊക്കെ വരുവാണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു കാര്യത്തിലോട്ട് ചിന്തിക്കുക കൂടെ ചെയ്യൂ. പക്ഷെ ഇവിടെ എന്താണ്? ഇവള് കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ്. അയാളിൽ നിന്നൊരു കൊച്ചുണ്ടായ സമയത്ത് അതിനെ അബോർട്ട് ചെയ്ത് കളഞ്ഞിട്ട് വന്നിട്ട് പറയുന്നത് ഞാൻ സോ പ്രൗഡ്. ഞാൻ ഇത്രയും നാളും ഇട്ട വീഡിയോസ് നിങ്ങൾ എടുത്തു നോക്കിയാൽ ഇത്രയും നാളും അവനെ പറ്റി ഇട്ട ഒരു വീഡിയോസിൽ പോലും ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു, അവൻ എന്നെ കൊണ്ട് അബോർഷൻ ആക്കി, അവൻ എന്നെ ഇതാക്കിയെന്ന് ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഐ കെപ്റ്റ് മൈ വേർഡ്. ഞാൻ അവർക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു. ആൻഡ് ഓൾറെഡി ഒരു കേസ് കൊടുത്തുകൊണ്ടും കൂടെ ഞാൻ ആ കാര്യം സംസാരിച്ചിട്ടേ ഇല്ല. അബോർഷൻ ചെയ്ത കാര്യം ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല.
ദാറ്റ് വാസ് ഫോർ ബോത്ത് ഓഫ് us. ഞാൻ രണ്ടുപേരെ ഓർത്തിട്ട് ചെയ്ത ഒരു കാര്യമാണ്. പക്ഷെ ഇവൻ ഈ തന്തയില്ലാത്തവൻ അത് പോയി പബ്ലിക്കലി ഇരുന്ന് പറഞ്ഞു, അതും ഭയങ്കര പ്രൗഡായിട്ട് അവന്റെ അല്ലെന്ന്. അപ്പൊ ഇനി എനിക്ക് ഇത് പറയാണ്ടിരിക്കാൻ, എനിക്ക് ക്ലിയർ ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഐ എം വെരി സോറി ടു ഹിസ് പേരൻസ്, ടു ഹിസ് മദർ. എനിക്കത് ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് നിങ്ങളുടെ മോൻ വന്നിട്ട് ഇത്രയും വലിയൊരു ആക്ഷേപണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. സോ ഇത്രയും നാൾ പറയാതിരുന്നത് രണ്ടുപേരെയും ഓർത്തിട്ടാണെന്ന്. കള്ളം, കല്ല് വെച്ച് നോണം. എവളിത് പറഞ്ഞിരുന്നെങ്കിൽ എവള് നെഗറ്റീവ് ആയേനെ. മനസ്സിലായ? നാട്ടുകാർ ചോദിക്കും റിലേഷൻഷിപ്പായി ഇത്ര പെട്ടെന്ന് എന്ത് മൂത്തിരിക്കുമായിരുന്നു എന്ന്. അവർക്ക് കൊടുത്ത വാക്ക് തേങ്ങാക്കൊലയാ. ഒരു കാര്യങ്ങളങ്ങ് ടെസ്റ്റ് ചെയ്ത് വിടുക. ഫസ്റ്റ് ഓഫ് ഓൾ 2 weeks പ്രഗ്നന്റ് ആവില്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരം. അത് പോട്ടെ, ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല, ആ പച്ചക്കളത്തിലോട്ട് ഞാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ നടന്ന സംഭവം ഞാൻ പറയാം. November 12th ഞങ്ങൾ റിലേഷൻ ആയത്. November 12th റിലേഷൻ ആയി. ഒരുമിച്ച് താമസിച്ചെന്ന് ഇവൻ ഇപ്പം ഈ ക്ലിപ്പിൽ സമ്മതിക്കുന്നുണ്ട്. ഇവൻ ഇത്ര നാൾ ഒരുമിച്ച് താമസിച്ചെന്ന് സമ്മതിച്ചിട്ടില്ലായിരുന്നു. നിന്റെ വായന തന്നെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കുട്ട. സോ ഒരുമിച്ച് താമസിച്ചു. November 12th തൊട്ടിട്ട് നമ്മൾ ഒരുമിച്ചാണ്. November, December, January, February ആണ് നിക്കാഹ്. 3 മാസം നമ്മൾ ഒരുമിച്ചാണ് നിന്നിട്ടുള്ളത്. സ്റ്റീരിയോടൈപ്പ് ബ്രേക്കിംഗ്. റിലേഷൻഷിപ്പ് ആയ തൊട്ട് ഒരുമിച്ചാണ് താമസം. ഞാൻ എങ്ങും ഇങ്ങനത്തെ ഒരു വകുപ്പ് കണ്ടിട്ടില്ല കൈ, സീരിയസ്ലി കണ്ടിട്ടില്ല. ഇനി പുതിയ പിള്ളേർ ഇങ്ങനത്തെ ആണോ എന്ന് നമുക്കറിയില്ല, ഞാനും കണ്ടിട്ടില്ല. റിലേഷൻഷിപ്പായി ഫസ്റ്റ് ഡേ തൊട്ട് ഒരുമിച്ചാണ് താമസം. ഒരു കാര്യം എന്തായാലും മനസ്സിലായി, ഇവർക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന്. ഇങ്ങനെ കാളയെ പോലെ അഴിച്ചു വിട്ടേക്കാണെന്ന് മനസ്സിലായി. അഴിച്ചു വിട്ടേക്കുന്ന കാളയ്ക്കും കാണും ആരെങ്കിലും ചോദിക്കാനും പറയാനും. ഇവർക്ക് അതുപോലും ഇല്ലെന്ന് മനസ്സിലായി. പുണ്യം ചെന്ന മാതാപിതാക്കൾ ഇങ്ങനെയുള്ള ഒരുത്തിയെ പടച്ചു വിട്ടതിന്. ഇവിടെ വീഡിയോ കാണുന്ന പെൺകുട്ടികൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന സ്പെസിമെൻ, അത്രയും സ്വഭാവ ഗുണമുള്ള വ്യക്തി. ഇനി ഫസിമോള് പ്രഗ്നൻസിയെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് കേൾക്കാം. November, December, January 3 മാസം ഒരുമിച്ച് നിന്ന്. ജാനുവരി നമ്മള് കോഴിക്കോടാണ് ഇതിന് പോയത്, ന്യൂ ഇയർ ആഘോഷിക്കാൻ കോഴിക്കോട് പോയി. അപ്പൊ എനിക്ക് എന്തോ ഐ വാസ് നോട്ട് ഫീലിംഗ് ഗുഡ്. എനിക്ക് എന്തോ അവിടെ ഇവിടെ ഒരു മിസ്സിങ് അങ്ങനെ എനിക്ക് തോന്നി എന്തോ ഉണ്ടെന്ന്. ബിക്കോസ് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് കഴിക്കുന്ന ഫുഡിനൊന്നും ഒരുമാതിരി എന്തോ ബോഡി മൊത്തത്തിൽ തളർച്ച. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നു പറഞ്ഞു. January 1 നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോയി ന്യൂ ഇയർ ഇതെല്ലാം ആഘോഷിച്ച് വടക്കം പൊട്ടിക്കുന്നൊക്കെ കണ്ട സന്തോഷത്തിൽ വന്നു കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. റൂമിലെത്തിയിട്ട് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും പോസിറ്റീവ് ആയിരുന്നു. ഓക്കെ, പോസിറ്റീവ് ആയിരുന്നപ്പോഴത്തേക്കും ഹി വാസ് വെരി ഹാപ്പി. ഞാൻ വാപ്പ ആവാൻ പോകുന്നത്, ഞാൻ അതാവാൻ പോകുന്നത്, ഇതാവാൻ പോകുന്നത്, ഭയങ്കര മാനിപ്പുലേഷൻ. അപ്പം സത്യം പറഞ്ഞാൽ ഫ്രം മൈ സൈഡ് ഐ വാസ് സ്റ്റക്ക്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എനിക്ക് വീട്ടിൽ പറയണമെന്ന് അറിയത്തില്ല. ബിക്കോസ് നെക്സ്റ്റ് മന്ത് നിക്കാഹ് ഉറപ്പിച്ച് വെച്ചേക്കാണ്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ബിക്കോസ് ഫാമിലി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. എന്റെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്ക് ആണ്. കല്യാണത്തിന് മുന്നേ പ്രഗ്നന്റ് ആയി, ഞാൻ എവിടെയും ന്യായീകരിക്കുന്നില്ല. പക്ഷെ അങ്ങനെ പറ്റിപ്പോയി. എന്നിരുന്നാലും ഐ വാസ് ഓക്കെ. ബിക്കോസ് ആ ആളെ തന്നെയാണ് നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നത്. നിക്കാഹ് കഴിക്കുന്ന ആ ആളെ തന്നെയാണ്. ഇറ്റ്സ് ജസ്റ്റ് 1 month ഡിഫറൻസ്. ആ ആളെ തന്നെ നിക്കാഹ് കഴിച്ചെന്നു. ആ ആളുടെ തന്നെ കുട്ടിയാണല്ലോ. അപ്പൊ പിന്നെ അത് തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. സോ ഐ വാസ് ഓക്കെ. ഞാൻ അങ്ങനെ റിലാക്സ് ചെയ്തു. വീട്ടിൽ പറഞ്ഞ് എങ്ങനെയും സംസാരിച്ച് സമ്മതിപ്പിക്കാന്നൊക്കെ ഓർത്തു. ആൻഡ് ഹി വാസ് ലൈക്ക് നമുക്കിത് കളയണ്ട, നമുക്കിതാക്കണ്ട. ഞാൻ ആദ്യം അവനോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ലല്ലു നീ ഓക്കെ ആണോ? ആൻഡ് ഹി വാസ് ലൈക്ക് ഞാൻ ഓക്കെ ആണ്, ഐ എം ഡബിൾ ഹാപ്പി എന്ന് പറഞ്ഞ് കണ്ണിനൊക്കെ വെള്ളം വരുന്ന പോലെ അഭിനയിച്ചു. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട്ടുള്ള ഹോസ്പിറ്റൽ സെർച്ച് ചെയ്തു. സോ ആ ഹോസ്പിറ്റലിൽ ഫോട്ടോ എവിടെ കൊടുക്കാം. ഇതാണ് ആ ഹോസ്പിറ്റൽ, കൊക്കോരി. ഈ ഹോസ്പിറ്റൽ ആർക്ക് വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാം. ഞാൻ വിളിക്കുന്ന റെക്കോർഡ് എവിടെ എന്തായാലും വെക്കാം. സോ ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോഴത്തേക്കും നമ്മൾ ബുക്കിംഗ് എടുത്തു. അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ പോയി. ജാനുവരി തന്നെയാണ് ഹോസ്പിറ്റലിൽ പോയത്. റെക്കോർഡിങ്ങിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പോഴത്തേക്കും 3 weeks പ്രഗ്നന്റ്. ഓക്കെ, 3 weeks. January 1 പ്രഗ്നന്റ് ആയിട്ട് January 6th സംതിങ് ആണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. 3 weeks ആയിട്ടുള്ളൂ. 3 weeks എന്ന് പറയുമ്പോഴത്തേക്കും ഡിസംബറിൽ നിന്റെ കുട്ടി അല്ലാണ്ട് പിന്നെ നിന്റെ ഉപ്പപ്പാടെ കുട്ടി വരുവാണ് എന്റെ വയറ്റില്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഫസ്മിന ഇതിനകത്ത് പറയുന്ന വെച്ചിട്ട് വൊമിറ്റിംഗ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. 2ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ ആഴ്ച ആവണം ഫസ്മിനയ്ക്ക് ഈ ഒരു വൊമിറ്റിംഗ് ഉണ്ടായത്. സാധാരണഗതിയിൽ നോർമൽ ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. 5ാമത്തെ ആഴ്ച തൊട്ട് അല്ലെങ്കിൽ 6ാമത്തെ ആഴ്ച തൊട്ടൊക്കെയാണ് ഈ പറയുന്ന വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആ ടെൻഡൻസി ഉണ്ടാവുന്നത്. നോർമൽ ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഉൽക്ക വീണുണ്ടാകുമാരുടെ കാര്യമൊന്നും നമുക്കറിയില്ല. അത് ചിലപ്പം 2ാമത്തെ ആഴ്ച അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് തന്നെ വൊമിറ്റിംഗ് ഒക്കെ വരാം. ഇത് കഴിഞ്ഞിട്ട് ഇരുന്ന് ബ്ലാബ്ലായ മറ്റേ അസ്മിന ഇഷ്യൂ പറയുന്നു. അസ്മിനയുമായിട്ടുള്ള ഒരു ഇഷ്യൂ അറിയാലോ. അസ്മിന എന്ന് പറയുന്നത് ഇവിടെ കൂട്ടുകാരിയെ ലല്ലു കയറി അടിച്ചു. ഇവളെ എന്തോ പറഞ്ഞപ്പോൾ ലല്ലു കയറി അടിച്ചെന്ന് പറഞ്ഞ് അസ്മിന കൊണ്ടുപോയി കേസ് കൊടുത്തു. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ അസ്മിനയുടെ ഉമ്മായെ ഫസ്മിന വിളിച്ചു, കോംപ്രമൈസിന് വിളിച്ച സമയത്താണ് ഇവള് പ്രഗ്നന്റ് ആണ് എന്നുള്ള വോയിസ് പുറത്തു വന്നത്. ഈ ഹസ്മിനയുടെ ഉമ്മ എടുത്ത് സംസാരിക്കുന്ന കാര്യങ്ങൾ അന്നാണ് ഫസ്മിനയുടെ പ്രഗ്നൻസിയെ പറ്റി പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ബ്ലാ പറയുന്നുണ്ട്. അതൊക്കെ സ്കിപ്പ് ചെയ്യാം. ചേച്ചി അടുത്ത് പറയുന്ന വേറൊരു കാര്യം കാണിക്കാം. ഇതാക്കിയിട്ടുണ്ട്. അന്നോട്ടേ ഞാൻ ഡിവോഴ്സിന് ചോദിക്കുന്നതാണ് എന്റെ കുടുംബക്കാരോട് എല്ലാവരോടും. പക്ഷെ അവരൊന്നും അവരുടെ സൈഡിൽ നിന്ന് ഒരു ഇതും ഉണ്ടാവുന്നില്ല. സോ
ലല്ലു പറയുന്നു ഇവളെ ലീഗലി ഇവരുടെ മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന്, പിന്നെ എങ്ങനെ ഡിവോഴ്സ് കൊടുക്കുന്നു. അവൻ എവിടെ വേണമെങ്കിലും ഒപ്പിട്ട് തരാമെന്ന് അവൻ പറയുന്നു. അവന്റെ ഇന്റർവ്യൂവിനകത്ത് അവൻ പച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എവള് വന്നിരുന്ന് പറയുന്നു ഡിവോഴ്സ് കൊടുക്കുന്നില്ലെന്ന്. എവിടെ ഈ കരച്ചിൽ കണ്ടിട്ട്, ഈ ഡിവോഴ്സ് പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിൽ കണ്ടിട്ട് ഇവക്ക് മെസ്സേജ് അയച്ച നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എൻ്റെ അടുത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ ഒന്ന് കേൾപ്പിക്കാം. അപ്പോൾ പിന്നെ ലൈവിൽ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമല്ലോ, അപ്പോൾ ചോദിച്ചത് എന്തിനാ അവൻ്റെ പുറകെ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്ക് ഡിവോഴ്സ് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ പുറകെ പോകുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവൾ പറഞ്ഞു. അപ്പോൾ എൻ്റെ സിസ്റ്ററിനും സെയിം അവസ്ഥ ഉണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിന് ഇങ്ങനെ വേറെ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിട്ട് അവനും ഇതേപോലെ ഡിവോഴ്സ് തന്നില്ല. അപ്പം ഇസ്ലാം മതത്തിൽ നമുക്ക്, അതായത് സ്ത്രീക്ക് ഇപ്പം ഇവരുടെക്ക് ഇത്രയും തെളിവും കാര്യങ്ങളൊക്കെ നിൽക്കല്ലേ, അപ്പം അങ്ങോട്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് ഫസ്ക് ചെയ്യാന്ന് പറയും. ഹസിനും ഇങ്ങനത്തെ ഒരു സെയിം അവസ്ഥ വന്നിട്ടുണ്ട്. എനിക്ക് സംഭവം ആ വീഡിയോ കണ്ടപ്പോൾ ഇവിടെ ഇത്ര എക്സ്പോസ് ആയിരുന്നില്ല. ഞാൻ ഡയറിയുടെ ഒന്നും വന്നില്ല, അതിന് മുന്നേ ഉള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കേട്ടിട്ട് അവളെ കരച്ചിൽ കണ്ടപ്പോൾ, കരച്ചിൽ ഫേക്ക് അത് ഇപ്പാട് മനസ്സിലായത് വേറെ കാര്യം. അപ്പോൾ അവൾ പറഞ്ഞല്ലോ എനിക്ക് ഡിവോഴ്സ് കിട്ടുന്നില്ല, ഡിവോഴ്സ് കിട്ടാത്തോടെ ഞാൻ ഇങ്ങനെ പുറകെ പോണേ, അവൻ തരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ലല്ലു പിറ്റത്തെ ദിവസം ഇത് വന്നിട്ട് അതിൽ പറയുന്നുണ്ട് ഞാൻ ഡിവോഴ്സ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ മെസ്സേജ് അയച്ചോട്ടോ, ആ മെസ്സേജ് അയച്ച കാര്യം ഇപ്പോൾ പറയണേ. അപ്പോൾ ഞാൻ ഇവർക്ക് മെസ്സേജ് അയച്ചു, ഇങ്ങനെയാണ് ഹായ് ഫസ്മിന് സുഖമല്ലേ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞ എൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ എൻ്റെ പെങ്ങൾക്ക് സെയിം അവസ്ഥ വന്നിരുന്നു. അവിടെ ഓർമ്മ വന്നുകൊണ്ടാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഫസ്ക് ചെയ്യാം, അതെന്ന് വെച്ചാൽ നിൻ്റെ മഹലിൽ പറഞ്ഞിട്ട് നിൻ്റെ മഹലിൽ നിന്നൊരു കത്ത് അയച്ചാൽ മതി അവൻ്റെ മഹലിലേക്ക്. അത് അവൻ ഒപ്പിടണമെന്ന് നിർബന്ധമില്ല, അത് ഫസ്ക് ചെയ്യപ്പെടും. മനസ്സിലായാ? അത് ഞാൻ പറഞ്ഞു കൊടുത്ത് ആ മെസ്സേജ് ഇപ്പോൾ സാധാരണ അവർക്ക് കൊടുക്കുന്ന ഇങ്ങനൊരു മെസ്സേജ് പുള്ളിക്കാരൻ അയച്ചു എന്ന് പറയുന്നു. അന്നേരം ഇപ്പൊ ഇങ്ങനൊരു സാധ്യതയുണ്ട്. ഇപ്പൊ ഈ പുള്ളി അയച്ചില്ല എന്ന് ഇവിടെ നാളെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പൊ ഡിവോഴ്സ് വേണമെന്ന് ഇങ്ങനെ അത്രയും വാശി പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തി ഏതൊക്കെ വഴികളുണ്ട് ആ വഴികളെല്ലാം നോക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ പ്രൂഫൊക്കെ വെച്ച് സംസാരിക്കുന്ന ഫസ്മിന. എനിക്ക് ഈ ഒരു ഇസ്ലാം റൂളിനെ പറ്റി എനിക്ക് ആദ്യത്തെ അറിവാണ്, എനിക്കറിയില്ല. നിങ്ങൾ കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നന്നായിരിക്കും. ഇങ്ങനൊരു വകുപ്പുണ്ടോ ഇല്ലയോ എന്ന് പുള്ളി പറയുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു വകുപ്പുണ്ടെങ്കിൽ ഫസ്മിന ഫസ്മിന വന്നിട്ട് എപ്പോഴും ഇങ്ങനെ ഡിവോഴ്സ് കിട്ടുന്നില്ല എന്ന് പറയണ്ട, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇവള് ചെയ്യില്ല ഗൈസ്, ഇങ്ങനൊരു വകുപ്പ് ഉണ്ടെങ്കിൽ തന്നെ ഇവള് ചെയ്യില്ല. കാര്യം ഇവിടെ ഉദ്ദേശം ഇതല്ല. ഇവനെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് അപരാധിക്കാൻ പറ്റുമോ? നടക്കത്തില്ല. എവിടെ ഈ വിക്ടിം പ്ലേ നടക്കത്തില്ല. ഇപ്പൊ ഇവിടെ വരുത്തി തീർക്കുന്ന എന്താണ്? എന്നെ ഇത്രയും ഉപദ്രവിച്ച്, എന്നെ ഇത്രയും നശിപ്പിച്ച്, എൻ്റെ ജീവിതം തകർത്തിട്ട് എനിക്ക് ഡിവോഴ്സ് പോലും തരുന്നില്ല എന്നുള്ള ഒരു സാധനം ഇറക്കണം. അതാണ് അവിടെ ആവശ്യം. ഇരുന്നങ്ങ് വിക്ടിം കാർഡ് ഇറക്കാണ്, വിക്ടിം പ്ലേ കളിക്കുകയാണ്. പ്രഗ്നൻസി അബോർഷൻ ചെയ്ത് എന്തിനാന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അവന് വാപ്പാവാൻ വയ്യെന്ന്. ഇവൻ ഇത്രയും എന്നെ കൺവിൻസ്, അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നില്ലേ, ഇത്രയും ഇവൻ എന്നെ കൺവിൻസ് ചെയ്തിട്ട് അറ്റ് ദ എൻഡ് ഹി വാസ് ലൈക്ക് ഐ എം ജസ്റ്റ് 24, എനിക്ക് 24 വയസ്സുള്ളൂ, നമുക്കിനി ഇഷ്ടംപോലെ സമയമില്ലേ, കല്യാണം കഴിച്ച് ഇഷ്ടംപോലെ സമയമുണ്ട്, നമുക്ക് 1 year കുറച്ച് നല്ല നാള് നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് നമുക്കൊരു കൊച്ചിനെ കൊണ്ടുവന്നാൽ പോലെ. ഫസി തിങ്ക് അബൌട്ട് ഇറ്റ്. നീ ആലോചിച്ചാൽ മതി കേട്ടോ, നീ ശരിക്കും ആലോചിച്ച് നോക്ക്. നീ ഒരു റെഡി ആണോ? നീ ചെറുതല്ലേ, യു ആർ നോട്ട് ഈവൻ മെച്യൂർ ടു ലുക്ക് ആഫ്റ്റർ യുവർ സെൽഫ്. അപ്പൊ നിനക്കൊരു കുട്ടീനെ നോക്കാൻ പറ്റുമോ? നീ ചിന്തിച്ചാൽ മതി. ഞാനൊന്നും പറയുന്നില്ല, ഐ എം ജസ്റ്റ് സേയിങ്. ബട്ട് രണ്ടാണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. ഹി പ്ലേഡ് ദിസ് ഡബിൾ ഗെയിം. എന്ന് വെച്ചാൽ എന്നെ മാനിപ്പുലേറ്റ് ചെയ്തു, അങ്ങനെ എന്റെ മൈൻഡിൽ അത്രയും കൺഫ്യൂഷൻ കൊണ്ടുവരുത്തിച്ച് ഞാൻ ഓക്കെ പറഞ്ഞു, ഞാൻ എഗ്രി ചെയ്തു. ഐ വിൽ നെവർ സേ അവന്റെ സ്വന്തം ഡിസിഷൻ ആയിരുന്നു. രണ്ടുപേരുടെയും ഡിസിഷൻ ആയിരുന്നു. രണ്ടുപേരും എടുത്ത തീരുമാനമാണ്. വേണ്ട, നമുക്ക് കുറച്ചാൾ ജീവിച്ചിട്ട് നമുക്ക് ഇതാക്കിയാൽ മതി എന്ന് രണ്ടുപേരും എടുത്ത തീരുമാനമാണ് അബോർഷൻ. അല്ലാണ്ട് ഞാൻ ഒരിക്കലും, ഞാൻ ഈ വീഡിയോയിൽ ഇത്രയും എനിക്ക് വെറുപ്പുണ്ടെങ്കിൽ പോലും ഞാൻ അവനെ ഇരുന്ന് കുറ്റം പറയാൻ പറ്റില്ല. അവനായിട്ട് കളയിപ്പിച്ചു, അവൻ എന്നെ ഫോഴ്സ്ഫുൾ ഇതാക്കിയതാ. രണ്ടുപേരും, ഞാൻ ഒറ്റയ്ക്കല്ല, അവനും പറഞ്ഞിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, എഗെയിൻ മാനിപ്പുലേഷൻ. അവൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പം നിനക്ക് ചിന്തിക്കാനുള്ള ബോധമില്ലേ? അവൻ പറഞ്ഞ കാര്യം നിനക്കും ശരിയാണെന്ന് തോന്നിയിട്ടല്ലേ നീ ആ ഒരു ഡിസിഷൻ എടുത്തത്? അത് പിന്നെ അന്നേരം എങ്ങനെയാണ് മാനിപ്പുലേഷൻ ആവുന്നത്? നിന്റെ മൈൻഡ് അവൻ ഡൈവേർട്ട് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്തതാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? നീ വെറുതെ അങ്ങ് പുണ്യാളത്തെ ചമയല്ലേ? ഇനിയും നീ പുണ്യാളത്തെ ചമഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പിടിച്ച് മറ്റേ വിശുദ്ധ മറിയ ഫസ്മിന ഹുസൈബ ആക്കേണ്ടി വരും. ഇവള് ഈ ഓഡിയൻസിനെയും കൂടെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവള് ഈ ഒരു സ്റ്റോറി പറയുന്നു, അവൻ വേറൊരു സ്റ്റോറി പറയുന്നു. രണ്ടുപേരും 2 സ്റ്റോറീസ് ആണ് പറയുന്നത്. ഈ 2 കഥകളും ഒരു കാരണവശാലും വിശ്വസിക്കാൻ കൊള്ളാത്ത കഥകളാണ്. കാര്യം രണ്ടിനകത്തും കള്ളത്തരങ്ങളുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഹോസ്പിറ്റലിലോട്ട് വിളിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിന്റെ ആ ഒരു കോൾ റെക്കോർഡ് പ്ലേ ചെയ്യുന്നുണ്ട്. സ്കാനിങ് റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ വിളിക്കുന്നത്. അപ്പം ഹോസ്പിറ്റലുകാർ പറയുന്നുണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സ്കാനിങ് റിപ്പോർട്ട് കിട്ടത്തുള്ളൂ, അല്ലാതെ അവർ കൊടുക്കത്തില്ല എന്ന്. ആ ഒരു വോയിസ് ഞാൻ എന്തായാലും വെക്കാൻ നിൽക്കുന്നില്ല, അത് വിട്. അപ്പം സ്കാനിങ് റിപ്പോർട്ട് ഇല്ല. ഇപ്പൊ ഇവരുടെ കയ്യിലുള്ള സ്കാനിങ് റിപ്പോർട്ട് എവിടെയാണെന്നുള്ളൊരു ചോദ്യം വരും. അതിന്റെ ഒരു മറുപടി പറയുന്നുണ്ടോ എന്ന് കേൾക്കണേ.
സ്കാനിങ് ഫയല് അവർ തരത്തില്ല. അതിൽ കോള് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. സ്കാനിങ് ഫയൽ അവർ വെറുതെ തരത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസിന്റെ ഇതോ അല്ലെങ്കിൽ കോർട്ടിൽ എന്തെങ്കിലും ഇത് കിട്ടിയാൽ മാത്രമേ അവർ തരത്തുള്ളൂ. അവർ തന്ന ഫസ്റ്റത്തെ സ്കാനിങ് ഫയൽ ഞാൻ ഓൾറെഡി കോർട്ടിൽ സബ്മിറ്റ് ചെയ്തായിരുന്നു. അസ്മിനയുടെ കേസ് നടക്കുമ്പോൾ കോർട്ടിൽ സബ്മിറ്റ് ചെയ്ത് അത് വെച്ചിട്ടാണ് നമുക്ക് ജാമ്യം കിട്ടിയത്. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ജാമ്യം കിട്ടിയത്. ഓക്കെ, അല്ലാണ്ട് ഈ നാറയ്ക്കൊന്നും ജാമ്യം കിട്ടത്തില്ലായിരുന്നു. പുതിയൊരു അറിവാണ് ഗൈസ്, അത് എനിക്കറിയില്ല. സീരിയസ്ലി അഡ്വക്കേറ്റുമാരും എല്ലാം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വകുപ്പുണ്ടോ നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ഈ നേരത്തെ ഇവിടെ കൂട്ടുകാരിയായിട്ടുള്ള അസ്മിനയും ലല്ലുവും തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ട് അവൾ കൊണ്ടുപോയി ഇവൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞിട്ട് കേസ് കൊടുക്കുകയും ആ കേസിനകത്ത് ജാമ്യം മേടിച്ച കഥയാണ് ഇപ്പോൾ വന്നിരുന്ന് പറഞ്ഞത്. എവള് പ്രഗ്നന്റ് ആണെന്നുള്ള റിപ്പോർട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്ത് കോടതിക്ക് അലിവ് തോന്നി, കോടതി കരഞ്ഞു മെഴുകി, എന്നാ മോളെ ഇന്ന് നീ അങ്ങ് ജാമ്യം അവനെയും കൊണ്ടൊക്കെ പൊക്കോന്നും പറഞ്ഞ് കോടതി വെറുതെ ഇനി പറഞ്ഞു വിട്ട്. അല്ലെങ്കിൽ ഈ നാർക്ക് ജാമ്യം കിട്ടത്തില്ല ഗൈസ്. കോടതി അവിടെ കണ്ണീർ നാടകമായിരുന്നു കോടതിയിൽ. ആ ഒരു കണ്ണീർ വകുപ്പ് വല്ലതും ഉണ്ടെങ്കിൽ സീരിയസ്ലി എനിക്കറിയില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു വകുപ്പ് കോടതിയിൽ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാ. എനിക്ക് അറിയാത്തതുകൊണ്ട്, എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ്. അങ്ങനെ ഒരു വകുപ്പ് ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് പ്ലീസ് ഗൈസ് കമന്റ്. ഫസ്റ്റ് ഡേ തന്നെ ജാമ്യം കിട്ടണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അത് ഞാൻ അത്രയും പൈസ മുടക്കി. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ 30,000 രൂപ കൊടുത്ത് 1 ഡേ ഇതിൽ ജാമ്യം എടുത്തിട്ട് ഞാൻ എൻ്റെ സ്കാനിങ് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത്രയും വൾണറബിൾ സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് ജാമ്യം കിട്ടുന്നത്. അതിന് അവരുടെ സൈഡിൽ വക്കീലില്ലായിരുന്നു, ഗവൺമെന്റ് വക്കീലായിരുന്നു. അങ്ങനെ കുറച്ച് ഈ കോടതി ഈ സെന്റിമെന്റ്സിനകത്തൊക്കെ വീഴുകൂടെ? കോടതിയിൽ സെന്റിമെന്റ് വർക്കൗട്ട് ആവൂ? കള്ളത്തരം അറ്റ് ദ പീക്ക് എന്നൊക്കെ പറഞ്ഞ ഇതാണ്. കള്ളത്തരം അറ്റ് ദ പീക്ക് വന്നിരുന്നിട്ട് ഓഡിയൻസിനെയും കൂടെ മാനിപ്പുലേറ്റ് ചെയ്യാണ്. അപ്പം ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, നീ അബോർഷൻ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്താണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡോക്ടർ നടത്തും. കാര്യം ഇത്ര തൊട്ട് ഇത്ര മാസം വരെ ആണെങ്കിൽ അബോർഷൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്, 3 മാസത്തിന് മുകളിലോട്ടാണെങ്കിൽ വേറെ മെത്തേഡ് ഉണ്ട്. അങ്ങനെ പല പല രീതികളിലാണ് അബോർഷൻസ് സംഭവിക്കുന്നത്. പിൽസ് വെച്ചിട്ടുള്ള അബോർഷൻ, സർജിക്കൽ അബോർഷൻ. അപ്പൊ നിനക്ക് ഈ ലല്ലു പറഞ്ഞ 3 മാസത്തെ കഥ ഒളിക്കാനാണെങ്കിൽ ഏത് രീതിയിലാണ് അബോർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ മതി. പിൽസ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ അത് പറഞ്ഞാൽ മതി, ആ മെത്തേഡ് പറഞ്ഞാൽ മതി. ഏത് പിൽസ് ആണ് യൂസ് ചെയ്യുന്നത് അതിന്റെ പേരും കൂടെ പറയണം കേട്ടോ. ലല്ലു പറഞ്ഞ പോയിന്റ് സിമ്പിൾ ആയിട്ട് നിനക്ക് അവിടെ ടാക്കിൾ ചെയ്യാൻ പറ്റും. ആ സ്കാനിങ് റിപ്പോർട്ട് കൊണ്ടുവെക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അപ്പം നിനക്ക് അത്ര ബുദ്ധി പോയില്ലെങ്കിൽ ഇത് കണ്ടിട്ട് നീ ചെയ്തോ. അപ്പൊ അവൻ പറഞ്ഞ 3 മാസത്തെ കണക്ക് നിനക്ക് പൊളിക്കാൻ പറ്റും. പക്ഷെ സ്റ്റിൽ ആരാണ് കൊച്ചിന്റെ തന്തയെന്ന് തെളിയുന്നില്ല കേട്ടോ. അത് വേറൊരു പരിതാപകരാവസ്ഥയാണ്. ഞാൻ എപ്പോഴാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് ആ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട്സ് കാണിച്ചു തരാം. 3 ആഴ്ചയായിട്ടുള്ളൂ. ജാനുവരി 1-ന് 3 ആഴ്ചയായിട്ടുള്ളൂ. ആൻഡ് ദാറ്റ് ഇസ് ഹിസ് കിഡ്. ഓക്കെ, ഐ സ്വെയർ ഓൺ മൈ ഡാഡ് ആൻഡ് മോം. കാരണം അതിന് മുന്നേ 5 മാസമായിട്ട് എനിക്ക് വേറെ റിലേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതെന്താണ്, സീസണലാണോ? അതിന് മുമ്പ് 5 മാസമായിട്ട് വേറെ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. 5 മാസം മുമ്പ് അന്നേരം വേറെ. ദൈവമേ, 1 വർഷം അന്നേരം എത്ര എണ്ണം എവിടെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് ഞാൻ പറയാതെ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ലല്ലുവായിട്ട് റിലേഷൻഷിപ്പ് ആയി ഫസ്റ്റ് 1-2 വീക്ക് തന്നെ അവള് പ്രഗ്നന്റ് ആയി അബോർഷനും നടത്തി. സോ പ്രൗഡ്. ഇതിനെയൊക്കെയാണ് ഭയങ്കര പ്രൗഡായിട്ട് വന്നിരുന്നു പറയുന്നത്. ഇങ്ങനത്തെ അവസ്ഥ ഒരാൾക്കുണ്ടോന്ന് എനിക്കറിയത്തില്ല. സ്വന്തം കുട്ടീനെ വരെ ഹസ്ബൻഡിന്റെ ആയിരുന്നെന്ന് ബോധിപ്പിക്കേണ്ട ഒരു ഇത്. നാട് നീളെ കളിച്ച് നടന്ന ഒരുത്തനെ കാമുകനാക്കി അവനിൽ നിന്ന് നിനക്കൊരു കുട്ടി ഉണ്ടായി. അവനെ എങ്ങനെ ഹസ്ബൻഡ് എന്ന് വിളിക്കാൻ പറ്റും? സോ ദൈവത്തെ ഓർത്ത് ആ ഹസ്ബൻഡ് എന്നുള്ള ടൈം, ആ ഒരു ടെർമിനോളജി നീ യൂസ് ചെയ്യാതിരിക്കും. നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല രീതിയിൽ ജീവിക്കുന്ന ഭാര്യയും ഭർത്താക്കന്മാരും ഒക്കെ ഉള്ളതാണ്. അവർക്കൂടെ അപമാനമാണത്. ഇതിന്റെ പേരിൽ എനിക്ക് സിമ്പതി തേങ്ങയൊന്നും വേണ്ട. ഇതിന്റെ പേരിൽ കുറെ ഇവന്മാര് വരും. സിമ്പതി നിനക്ക്. ഐ വാസ് പ്രഗ്നന്റ്. ഫസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്നു, കോഴിക്കോട് തന്നെ നിന്നു. അതിൻ്റെ ഇടയിൽ ഇവൻ എന്താ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ, ഇവൻ അവിടെ കോഴിക്കോടുള്ള ഒരു പെണ്ണിനെ മെസ്സേജ് അയച്ചു ടിൻഡറിൽ. അത് കഴിഞ്ഞിട്ട് അവൾക്ക് മെസ്സേജ് ഇട്ട് കാലിക്കട്ട് എന്തോ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഷി വാസ് ഇൻ കാലിക്കട്ട്. ഹെർ നെയിം ഇസ് അശ്വതി. അവൾക്ക് മെസ്സേജ് അയച്ചിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ റിലേഷൻ ആണല്ലോ, മാരീഡ് ഒന്നും അല്ല, അധികം ആൾക്കാർക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു. ഷി വാസ് ലൈക്ക് ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ ചാറ്റ് പൊക്കിയപ്പോഴത്തേക്ക് ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ചു. ഇവൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, നീ എന്തിനാണ് എൻ്റെ ഫോൺ എടുക്കുന്നത്, മറിച്ചത് എന്ന് വേണ്ട എന്നെ തല്ലി. ഈ ഒരു കാര്യം ഇവള് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയത്. ഫസ്മിനെ എങ്ങനെയാണ് ചാറ്റ് പൊക്കുന്നത് എന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായി ഗൈസ്. അപ്പം ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്മിനെ എനിക്ക് മെസ്സേജ് അയച്ച കാര്യം. ആ വീഡിയോ അടിയിൽ നിന്നിട്ട് ഇവള് വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ മെസ്സേജ് അയച്ചില്ല, എഗെയിൻ ഞാൻ കള്ളത്തരം പറയുന്നു എന്നും പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉളുപ്പില്ലാത്തവൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടക്കത്തിലുള്ള സ്ക്രീൻഷോട്ട് ഞാനൊന്ന് വെക്കാം. ഇതാണ് അവൻ സ്ക്രീൻഷോട്ട്. ഹലോ, ലല്ലുവായിട്ടുള്ള ഇയാളുടെ ചാറ്റ് കോൾസ് കേൾക്കണോ? അപ്പം ഞാൻ ചോദിച്ചു ഇതാരാണാവോ? ഫസ്മിന അതാണ് പേര് പറഞ്ഞു. ബ്ലോക്ക് ആക്കിയില്ലേ കോൾ അവൻ, സാരയില്ല. ഒരു മറ്റേ ഇങ്ങനെ ഇരിക്കുന്ന 2 ഇമോജിയും കൂടെ. ഇത് സംഭവം എന്താ മനസ്സിലായ? ലല്ലുവിന്റെ ഫോണില് എന്റെ ഫോൺ നമ്പർ കണ്ടിട്ട് അവന്റെ കാമുകിയാണ് ഞാൻ, അല്ലെങ്കിൽ അവന്റെ ഇപ്പോഴത്തെ സെറ്റപ്പാണ് ഞാനെന്നും പറഞ്ഞ് എനിക്ക് അയച്ചതാണ് മെസ്സേജ്.
ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഏറ്റവും അവസാനം ഞാൻ വോയിസ് അയച്ചപ്പോ അയ്യോ അനന്തു ആയിരുന്നു, വാവ് ഇയാളുടെ നെയിം ഒരു ഗേളിന്റെ നെയിം സേവ് ആക്കി, ഐ ഡോണ്ട് നോ ഇറ്റ് വാസ് യു ബ്രോ എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ചേക്കുന്നത്. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോ ലല്ലുവിന്റെ മെസ്സേജ് വരുന്നു. എന്റെ അടുത്ത് നിൽക്കുന്ന ടൈമിൽ വേറെ അടുത്താണ്, ഓടത്തെത്തുമ്പോ വേറെ അടുത്താണ്. ലാസ്റ്റ് ഞാന് വാട്സപ്പില് ആരോ ചാറ്റ് നോക്കുന്ന ടൈമില് അവിടുത്തെ എന്റെ വാട്സപ്പിലുള്ള ഏതൊക്കെ നമ്പർ ഒക്കെ ബാക്കിൽ നിന്ന് ഫോണിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് അതിന്റെ അയച്ചു കൊടുത്തേക്കണ് ഓൾക്ക്. അതിന്റെ എളിമാക്കും അതേമാതിരി എന്റെ വേറെ ഏതൊരു ഫ്രണ്ടിനും ഓർക്കൊക്കെ മെസ്സേജ് പോയിട്ടുണ്ട്. അപ്പൊ ഓരൊക്കെ ഒന്ന് എന്നോട് വന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചാണ് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വന്നിക്കണോ എന്തെങ്കിലും ഇതാക്കിക്കണോ. അപ്പൊ ഇതാണ് സംഭവിച്ചത്. സഫ യവന്റെ ഫോണിൽ നിന്നും കണ്ട് യവന്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആൾക്കാരുടെ ഫോട്ടോ എടുത്ത് സേവ് ചെയ്യാത്ത നമ്പർ ഫോട്ടോ എടുത്ത് യവക്ക് അയച്ചു കൊടുത്തു. എവള് കുത്തിയിരുന്ന് മെസ്സേജ് അയക്കുക ലല്ലുവിന്റെ പുതിയ സെറ്റപ്പിനെ കണ്ടുപിടിക്കാൻ. എന്നിട്ട് മെസ്സേജ് അയക്കുന്നത് എങ്ങനെ, ഇയാളും അവളും തമ്മിലുള്ള ചാറ്റ് കോൾസ് കാണണോ കേൾക്കണോ എന്നും പറഞ്ഞിട്ടാണ്. പിടികിട്ടിയോ? ഇവക്ക് ഭ്രാന്താണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. നീ നിന്റെ കൂടെ അവൻ താമസിക്കുന്ന സമയത്ത് അവൻ കോഴിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വിടുക. ഇപ്പൊ നീ പറയുന്നു ലീഗലി പിരിഞ്ഞില്ലെങ്കിൽ പോലും രണ്ടുപേരും മൂവ് ഓൺ ആയി, നിനക്ക് പുതിയ റിലേഷൻഷിപ്പ് ഇല്ലേ ഇപ്പോ? ഇല്ല നീ പറ. ഇവക്ക് പുതിയ റിലേഷൻഷിപ്പ് ഉണ്ട് ഗൈസ്. അത് മറ്റേ ജയോ അവനൊന്നും അല്ല, ഇത് വേറെ ഏതോ റിലേഷൻഷിപ്പ് ഉണ്ട്. സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ ഹാപ്പി ആയിട്ടുള്ള സ്റ്റോറി നോട്ട് ഈവൻ ഐ ഡിഡ്ന്റ് ഈവൻ ഫോളോ എ ഗൈ. എനിക്കൊരു ആൺകൊച്ചിനെ പോലും ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവന് ഇളകും. അവന് മറ്റേ ഉള്ളിന്ന് അവന്റെ രോഷാകുലനായിട്ടുള്ള ഒരു വേറൊരു വൃത്തിയായിട്ട് സ്വഭാവമൊക്കെ വരും. നീ ഇപ്പൊ എന്തോ കാണിച്ചോണ്ടിരിക്കുന്നത്? അവന്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള പെണ്ണ് പോലും അല്ല. ഇപ്പൊ നാളെ ഞാനും അവനും തമ്മിൽ കുണ്ടംകളിയാണെന്നല്ല നീ പറഞ്ഞുണ്ടാക്കുവോ? പെണ്ണ് പോലും അല്ല, അവന്റെ വല്യുമ്മയൊക്കെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവന്റെ പുതിയ കമ്പി കോണ്ടാക്ട് ആണെന്നും പറഞ്ഞിട്ട്. ഇവക്ക് ഭ്രാന്തട, ഇവക്ക് മുഴുത്ത ഭ്രാന്ത്. നിങ്ങൾ തമ്മിലുള്ള സമയത്ത് അവൻ തെണ്ടിത്തരം കാണിച്ചിട്ടുണ്ട്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, അത് നിന്റെ ഭാഗത്താണ് ന്യായം ഞാൻ പറയുന്നു. അത് കഴിഞ്ഞ് ഇവള് മൂവാണായി, ഇവക്കും പുതിയ റിലേഷൻഷിപ്പ് വന്നതിന് ശേഷം ഇവള് സ്റ്റിൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്റെ ഫസ്റ്റ് കോൾ ചെയ്യുന്ന സമയത്ത് ഞാനോട് ചോദിച്ചിട്ടുണ്ട്, എടാ നീ ഇത്രയും വലിയ പെരും കോഴിയാണ് നാട് മൊത്തം പറഞ്ഞിട്ട് നിനക്ക് എവിടെ നിന്ന് കിട്ടണം ഇത്രയും അധികം പെണ്ണുങ്ങളെ? അതിന് ഇവ പറഞ്ഞ മറുപടി എന്താ അറിയോ? എവൾ ഉടായിപ്പാണെന്ന് അറിഞ്ഞതിന് ശേഷം ഇപ്പം പണ്ടത്തിനേക്കാൾ കൂടുതൽ സ്ത്രീകൾ എനിക്ക് മെസ്സേജ് വരുന്നുണ്ടെന്നാണ് അവൻ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇവിടെ നാട്ടിലുള്ള ഓരോരുത്തന്മാര് പെണ്ണ് കിട്ടാൻ തേരാപ്പാൻ നടക്കുന്നു, എന്നിട്ട് യവനൊക്കെ ആരുടെ മെസ്സേജ് പോകുന്നത്? നിനക്കൊക്കെ നാണമില്ലേ? ഇവനാരും കാമദേവനാ? അവന്റെ മേമ അയച്ച വോയിസ് ആട്ടോ എനിക്ക്. അതായത് എങ്ങനെയെങ്കിലും നിക്കാവോടുകൂടിയെങ്കിലും നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ യൂട്യൂബർ ആയതുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ ഇടുന്ന ആളായതുകൊണ്ട് എന്നെ ഇഷ്ടമല്ലായിരുന്നു അവർക്ക് ആദ്യം നിക്കാഹ് കഴിക്കുന്ന ലെവലിൽ. പിന്നെ ഞാൻ അവിടെ വന്നിട്ടാണ് അവർക്ക് എന്നെ ഇഷ്ടമായ. എന്നെ കണ്ടപ്പോഴത്തേക്ക് എന്റെ സ്വഭാവം കണ്ടപ്പോൾ എന്നെ അവിടെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അവന്റെ മേമക്ക് വല്യമ്മക്ക് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കല്യാണം കഴിച്ച് വീട്ടിൽ ചെന്നപ്പോൾ സ്വഭാവം കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. മേമയൊക്കെ ഇപ്പം മേമയൊക്കെ അവിടെ ഇരുന്നിട്ട് മേ പോകുന്നുണ്ടായിരിക്കും. കുടുംബത്തിന്റെ മാനം ഒരുത്തി വന്ന് കയറിയതേ ഉള്ളു, കുടുംബത്തിന്റെ മാനം കപ്പൽ കയറിയെന്ന്. സ്റ്റിൽ മേമയ്ക്ക് നിന്നോട് ഇഷ്ടമാണോ? ഇവള് കാരണം എത്ര കുടുംബത്തിന്റെ മാനമാണ് പോകുന്നത്. ഇനി എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ഈ മാനക്കേട് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെ കുടുംബവും നാറി, അവന്റെ കുടുംബവും നാറി. നാറ്റക്കേസടേ, ഇത്ര നാറ്റക്കേസ്. എന്നിട്ട് ഈ ഒരു വീഡിയോക്കകത്ത് അവള് വന്നിരുന്നിട്ട് കാണാതിരുന്ന് പറയുകയാണ്. ചുമ്മാ സ്റ്റിൽ അവൻ കോഴിയാണെന്ന് പിന്നെയും എഗെയിൻ ആൻഡ് എഗെയിൻ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ചാറ്റ് പുറത്തു കൊടുക്കുന്നു, അവൻ അങ്ങനെ സംസാരിച്ചു, ഇവനിങ്ങനെ സംസാരിച്ചു. ഇതല്ല, വേറെ ഒന്നുമില്ല. ഇതിനകത്തൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് ചോദിച്ചാൽ ഒരു മണ്ണാങ്കട്ട ഇതിനകത്തും ഇല്ല. ഈ വീഡിയോക്കകത്ത് ഒരു ക്ലാരിറ്റിയും ഇല്ല. കുറെ മാനിപ്പുലേഷൻ അതും ഇതൊക്കെയാണ്. ഞാനിപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് ഇവളിപ്പോൾ പറഞ്ഞു വരും ഞാൻ ലല്ലുവിനെ സപ്പോർട്ട് ചെയ്തിരിക്കുവാണ്. ആണെന്നറിയാ സപ്പോർട്ട് ചെയ്യേണ്ട ഒരാവശ്യം എനിക്കില്ല. തല പോലെ അവനെ ഞാൻ സപ്പോർട്ട് ചെയ്യൂല. ഇവളിപ്പം പറഞ്ഞ് വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാനും ലല്ലുവും കൂടെ പ്ലാൻ ചെയ്ത് ഇവളെ തകർക്കുന്നു. എന്നെ ലല്ലുവിന്റെ ടീമിൽ അങ്ങ് ചേർത്തു. ഇനി ഞങ്ങൾ തമ്മിൽ മറ്റേ കുണ്ടം പരിപാടികളുണ്ടെന്ന് നീ സെറ്റ് ചെയ്യടി. ഇപ്പൊ കാമുകയാണെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചല്ലോ, നീ നാളെ അതും ഫാബ്രിക്കേറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു മാനിപ്പുലേഷൻ സ്കില്ലുള്ള ഒരു അപരാധിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കൂടുതലൊന്നും എനിക്കിനെ പറ്റി പറയാനില്ല ഗൈസ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ വന്ന് കമന്റ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ശരി, ബൈ.